നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ തകർന്നടിഞ്ഞു വടക്കാഞ്ചേരിയിലെ കാർഷിക മേഖല. നെല്ലുൽപാദനത്തിൽ ഞെട്ടിക്കുന്ന ഇടിവ. മുൻവർഷത്തെ അപേക്ഷിച്ച് ഏക്കറിന് 700 കിലോ വരെ കുറഞ്ഞു. ഉമ മുതൽ എല്ലാ വിത്തിനങ്ങളിലും തൂക്കക്കുറവ. ഒരേക്കറിൽ കർഷകർക്ക് നഷ്ടം 17,000 രൂപ മുതൽ. തിരിച്ചടി പഠിക്കാൻ കാർഷിക ശാസ്ത്രജ്ഞനെത്തും. കാർഷിക സർവകലാശാല അധികൃതരുടെ പഠന റിപ്പോർട്ടിന് ശേഷം നടപടി. കാർഷിക കലണ്ടറിൽ മാറ്റം വരുത്തുന്നതും പരിഗണനയിൽ. ദുരിതക്കയത്തിലായ കർഷക സമൂഹത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ്. കൃഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. രാജ്യമൊട്ടുക്കും കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 19ാം ഗഡു തിങ്കളാഴ്ച അനുവദിക്കും. 22,000 കോടി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്. കേന്ദ്ര സർക്കാരിനെതിരെ ഉശിരൻ പോരാട്ടവുമായി CPM. കേരളത്തോട് വിവേചനം പ്രകടിപ്പിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. ഗൂഢലക്ഷ്യത്തോടെ അർഹതപ്പെട്ട കേന്ദ്ര നികുതി വീതം പോലും ഇല്ലാതാക്കുകയാണെന്നും ആരോപണം. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. 4 ദിനം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വല സ്വീകരണം. ഞായറാഴ്ച അത്താണിയിൽ സമാപനം. ഒടുവിൽ സങ്കട വാർത്തയെത്തി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ ആരോഗ്യനില വഷളായ കൊമ്പൻ കോടനാട്ടിലെ ആനക്കൂട്ടിലെ ചികിത്സയ്ക്കിടയിൽ ചെരിഞ്ഞു. കുഴഞ്ഞു വീണത് ഹൃദയാഘാതം മൂലം. മുറിവിലെ അണുബാധ തുമ്പിയിലേക്ക് കൂടി പടർന്നതായി കണ്ടെത്തൽ. 2ാം തവണ മയക്കുവെടിവെച്ചതും കൊമ്പൻ ചെരിയുന്നതിന് കാരണമായതായി നിഗമനം. തൃശൂരിൽ നിന്നെത്തിയ ഡോക്ടർമാർ കോടനാടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനകൾ വിരണ്ടോടി. 3 പേരുടെ മരണം. നിർണായക വെളിപ്പെടുത്തലുമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പീതാംബരൻ എന്ന കൊമ്പന്റെ പാപ്പാന്മാർ. പടക്കം പൊട്ടിക്കരുതെന്നും ഉഗ്രശബ്ദം കേട്ടാൽ കൊമ്പൻ ഇടയുമെന്നും അറിയിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. വെടിക്കെട്ട് നടത്തിയപ്പോഴാണ് കൊമ്പൻ ഇടഞ്ഞതെന്നും കൂട്ടാനയെ കുത്തിയതെന്നും മൊഴി. ശക്തമായ വകുപ്പുകൾ ചേർത്ത കുറ്റപത്രം. ബംഗ്ലാദേശ് സ്വദേശികളെന്ന് സംശയം. അന്തിക്കാട് മുത്തിച്ചൂരിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് കസ്റ്റഡിയിൽ. ആക്രിക്കടയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ് പിടിയിലായത്. പോലീസ് സാന്നിധ്യമറിഞ്ഞ് 2 പേർ ഓടി രക്ഷപ്പെട്ടു. പിടിയിലായവർ ആവശ്യമായ രേഖകളില്ലാത്തവർ. സമഗ്ര അന്വേഷണവുമായി പോലീസ്. സംസ്ഥാനത്ത് SFIക്ക് പുത്തൻ നേതൃത്വം. പ്രസിഡന്റായി M ശിവപ്രസാദിനെയും സെക്രട്ടറിയായി PS സഞ്ജീവിനെയും തിരഞ്ഞെടുത്തു. PM മാർഷോയ്ക്കും K അനുശ്രീക്കും പകരമാണ് പുതിയ നേതൃത്വം. ശിവപ്രസാദ് SFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. സഞ്ജീവ് എത്തുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. തൃശൂരിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഇനി പുതിയ കെട്ടിടത്തിലേക്ക്. മന്ത്രി K രാജൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറിയതായി മന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ചൂടിയ പ്രതിഭകളെ ആദരിക്കും. കലാമത്സരത്തിൽ അവതരിപ്പിച്ച കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കും. മാർച്ച് 29-ന് സുവർണോത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി. വയലിൻ തന്ത്രികളിൽ വിസ്മയം തീർത്ത കുരുന്നുകലാകാരി. ഉത്രാളിപ്പൂരത്തിന്റെ ഗരിമ വീണ്ടും വാനോളമാക്കി. തട്ടകങ്ങളിൽ പുതിയ സാംസ്കാരിക പരിപാടികൾ. കുമരനെല്ലൂരിന്റെ പൂരനിലാവ് ആവേശതാളം. എങ്കക്കാട് ദേശം പൂരക്കാഴ്ചയൊരുക്കി ജനമനം കീഴടക്കി. വടക്കാഞ്ചേരി ദേശത്തിന്റെ കലാ സാംസ്കാരിക പരിപാടികൾക്കും തുടക്കം. സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരെ ഒരു ആനുകൂല്യവും ശമ്പള വർധനവും നൽകാതെ ദ്രോഹിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന INTUC. തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം തകർക്കുകയാണ് സർക്കാരെന്നും കുറ്റപ്പെടുത്തൽ. രാഷ്ട്രീയ നിയമനങ്ങൾ റദ്ദു ചെയ്യണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി മേഖലയിലെ നേതാക്കളുടെ സംഗമം നടന്നു.